അപ്പോൾ അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ 2 ദിവസം അല്ലേ അല്ല അടിച്ചു പൊളിച്ച് വന്നു. അപ്പോൾ എങ്ങനെയൊക്കെ വന്നത് പോയതെന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, KSRTCക്കാണ് വന്നത്. 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരുനെല്ലി അമ്പലത്തേക്കുള്ള ബസ്സാണിത്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നേരിട്ട് തിരുനെല്ലിക്ക് ബസ് ഉണ്ടോയെന്ന്. നമ്മുടെ നിലമ്പൂർ സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് നിലമ്പൂരിക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇതാണ് രാവിലെ 6:55 അവിടുന്ന് പുറപ്പെടും. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തും. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടും പോരും. ഒരു 6:40 6:45 ആകുമ്പോഴത്തേക്കും നിലമ്പൂർ എത്തും. അപ്പോൾ ഈ ബലികർമ്മങ്ങൾക്കൊക്കെ പേര് കേട്ട അമ്പലമാണ് നമ്മുടെ തിരുനെല്ലി അമ്പലം. ഇപ്രാവശ്യം നമ്മൾ വിഷു ബെമ്പർ എടുത്തുള്ള തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. അവനെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ വരേണ്ടി വരും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. വണ്ടിയിൽ നമ്മൾ പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോയി. നല്ല അടിപൊളിയായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത് 188 ആണ് നിലമ്പൂരിൽ നിന്ന് തിരുനെല്ലിക്ക് വരുന്നത്. ഈ യാത്രയിലുള്ള മെയിൻ സുഖം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നല്ല അടിപൊളി കാഴ്ച കണ്ട് ഇങ്ങനെ പോവാം. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി വരെയുള്ള റൂട്ട് ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെ, മാന്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിനും കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് യാത്ര ചെയ്യുക. പിന്നെ അതേപോലെ ഇവിടെ നിൽക്കാനാണെങ്കിൽ നല്ല റിസോർട്ട്, ഹോം സ്റ്റേ, ഫ്രഷപ്പിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് വന്ന് നോക്കുക.